മഴ പെയ്തു തോരാത്ത ആ രാത്രിയിൽ കറുത്ത ബുള്ളറ്റിൽ ആ പെൺകുട്ടി യാത്ര ചെയ്യുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല വിധി അവളെ എത്തിക്കുന്നത് ഒരു പുതിയ തടവറയിലേക്കാണെന്ന്. സ്വന്തമെന്ന് വിളിക്കാൻ ഒരു അച്ഛനുണ്ടായിട്ടും പണത്തിനു മുന്നിൽ അയാൾ അവളെ പണയം വെച്ചപ്പോൾ മാളവികയുടെ ഉള്ളിലെ അവസാനത്തെ പ്രതീക്ഷയും കരിഞ്ഞുപോയിരുന്നു. ബുള്ളറ്റിൻ്റെ ഓരോ ശബ്ദവും അവളുടെ നെഞ്ചിടിപ്പ് കൂട്ടി. ഒടുവിൽ ആ നാട്ടിലെ പ്രമാണി ദേവൻ്റെ സാമ്രാജ്യമായ ദേവമംഗലം തറവാടിൻ്റെ ഇരുമ്പ് ഗേറ്റുകൾക്ക് മുന്നിൽ ആ വണ്ടി വന്നു നിന്നു. കരിങ്കല്ല് പടുത്തുയർത്തിയ വലിയ ആൽമരത്തിൻ്റെ തണലുള്ള ആ വലിയ തറവാട്. ഇരുട്ടിൽ അതൊരു ഭീകര രൂപത്തെ പോലെ മാളവികയ്ക്ക് തോന്നി. സ്വന്തം അമ്മയുടെ മരണശേഷം അവഗണനകൾ മാത്രം ഏറ്റുവാങ്ങിയ അവൾ ഇനി ഈ വലിയ കൊട്ടാരത്തിൽ ആരോരുമില്ലാതെ എങ്ങനെ ജീവിക്കും? ദേവൻ വണ്ടി ഓഫ് ചെയ്തു. ചുറ്റും കനത്ത നിശബ്ദത പടർന്നു. മഴത്തുള്ളികൾ ആൽമരത്തിൻ്റെ ഇലകളിൽ വീഴുന്ന ശബ്ദം മാത്രം. മാളവിക വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും ആകാതെ തളർന്ന് തണുത്തു വിറച്ച് തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നത് മഴവെള്ളമാണോ അതോ കണ്ണീരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ദേവൻ വണ്ടിയിൽ നിന്നിറങ്ങി തോളിലെ തോർത്തുമുണ്ടെടുത്ത് മുടിയിലെ വെള്ളം തുടച്ചുകൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ, "വണ്ടിയിൽ നിന്നിറങ്ങും മാളവിക, ഇത് നിന്റെ അച്ഛൻ്റെ വീടല്ല, ഇങ്ങോട്ട് വരാൻ ഇത്ര മടിക്കാൻ, ഇറങ്ങാൻ." മാളവിക ഒന്നും മിണ്ടാതെ വിറയ്ക്കുന്ന കാലുകളോടെ വണ്ടിയിൽ നിന്നിറങ്ങി. പെട്ടെന്ന് അകത്തുനിന്ന് പ്രായമായ ലക്ഷ്മിയമ്മ ഉമ്മറത്തേക്ക് ഓടി വന്നു. അവരുടെ കയ്യിലൊരു വിളക്കുണ്ടായിരുന്നു. ദേവൻ്റെ പുറകിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്ന മാളവികയെ കണ്ടതും അവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ലക്ഷ്മിയമ്മ, "ദേവൂട്ടി, ഇതാരാ? നീ നീ ഇങ്ങനൊരു കുട്ടിയെ?" ദേവൻ ലക്ഷ്മിയമ്മയുടെ ചോദ്യം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഗാംഭീര്യത്തോടെ, "ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ലക്ഷ്മിയമ്മേ. മുകളിലെ പടിഞ്ഞാറ്റ് മുറി തുറക്കാൻ പറ. ഇവളിനി അവിടെയാണ് കഴിയുക. പിന്നെ താഴെയുള്ള ജോലിക്കാരോട് പറഞ്ഞേക്ക്, ഇതിനെക്കുറിച്ച് അനാവശ്യമായി ആരും സംസാരിക്കരുത്." ദേവൻ അത്രയും പറഞ്ഞത് മാളവികയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ തൻ്റെ വലിയ മുറിയിലേക്ക് നടന്നു. ലക്ഷ്മിയമ്മ സാവധാനം മാളവികയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈകളിൽ പിടിച്ചു. ആ കൈകൾ ഐസ് പോലെ തണുത്തിരിക്കുകയായിരുന്നു. ലക്ഷ്മിയമ്മ വളരെ ആർദ്രമായി, ഒരു അമ്മയുടെ സ്നേഹത്തോടെ, "വാ മോളെ, അകത്തേക്ക് വാ. ഈ കനത്ത മഴയത്ത് പുറത്തു നിന്നാൽ പനി പിടിക്കും. ഉള്ളിലേക്ക് വരൂ." മാളവിക ഒരക്ഷരം മിണ്ടിയില്ല. അവൾക്ക് തറയിലേക്ക് മാത്രം നോക്കി ലക്ഷ്മിയമ്മയ്ക്ക് പുറകെ നടന്നു. തറവാടിനകം മുഴുവൻ വലിയ വിളക്കുകളുടെ വെളിച്ചമുണ്ടായിരുന്നെങ്കിലും അവൾക്ക് അതൊരു വലിയ ഇരുണ്ട ജയിൽ പോലെയാണ് തോന്നിയത്. മുകളിലത്തെ നിലയിലെ പടിഞ്ഞാറ്റ് മുറി, പഴയ ശൈലിയിലുള്ള വലിയ തടിയുടെ കട്ടിലും ജനലുകളും ഉള്ള മുറി. ലക്ഷ്മിയമ്മ അവളെ ആ മുറിയിലേക്ക് ഇരുത്തി. വർഷങ്ങളായി അടഞ്ഞുകിടന്ന ആ മുറിയിൽ ഇന്ന് ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴാൻ പോവുകയാണ്. ലക്ഷ്മിയമ്മ അലമാര തുറന്ന് നല്ലൊരു കോട്ടൺ സാരിയും തോർത്തും എടുത്ത് കട്ടിലിൽ വെച്ചു. അവൾ വസ്ത്രം മാറാൻ പോലും തയ്യാറാകാതെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. ദേവൻ ആ മുറിയിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ട വസ്ത്രങ്ങൾ, അലങ്കാര സാമഗ്രികൾ എന്ന് വേണ്ട എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. "ലക്ഷ്മിയമ്മ, മോൾ ആദ്യം പോയി ഈ നനഞ്ഞ വസ്ത്രം മാറ്റ്. ഞാൻ ഇപ്പോൾ വരാം." അവർ പോയതും മാളവിക 2 കൈകൊണ്ട് മുഖം പൊത്തി കരയാൻ തുടങ്ങി. പക്ഷേ ആ കരച്ചിലിനിടയിലും അവളുടെ ഉള്ളിൽ സങ്കടത്തേക്കാൾ കൂടുതൽ കടുത്ത ദേഷ്യവും വെറുപ്പുമായിരുന്നു പടർന്നത്. അവളുടെ അച്ഛനോടും പിന്നെ ദേവനോടും. തന്നെ ഒരു വസ്തുവിനെ പോലെ ബലമായി പിടിച്ചു കൊണ്ടുവന്ന ആ ദേവൻ അവളോട് കൽപ്പിക്കാൻ ഇയാൾക്ക് എന്തധികാരമാണുള്ളത്? അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ചൂടുള്ള കഞ്ഞിയും പയറും ചമ്മന്തിയും ഒരു താലത്തിലാക്കി മുറിയിലേക്ക് കൊണ്ടുവച്ചു. പക്ഷേ മാളവിക കട്ടിലിലിരുന്ന് ശൂന്യതയിലേക്ക് നോക്കുന്നത് കണ്ട് അവർക്ക് സങ്കടം സഹിക്കാനായില്ല. അവർ അവളുടെ അരികിൽ വന്നിരുന്നു. "ലക്ഷ്മിയമ്മ, മോളെ, ഒന്നും കഴിക്കാതെ ഇരുന്നാൽ ശരീരം തളർന്നു പോകും. നീ വിചാരിക്കുന്നത് പോലെയല്ല ദേവൂട്ടി പുറമേക്ക് പരുക്കനാണെങ്കിലും പറഞ്ഞ വാക്ക് മാറ്റാത്തവനാ. നീ ഇവിടെ സുരക്ഷിതയായിരിക്കും. എന്തെങ്കിലും കഴിക്കും മോളെ." മാളവിക ലക്ഷ്മിയമ്മയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട്, "സുരക്ഷിതയോ? എൻ്റെ സമ്മതമില്ലാതെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് പൂട്ടിയിട്ടതാണോ സുരക്ഷിതത്വം? പുറത്തുള്ളവർക്ക് അയാൾ പ്രമാണിയായിരിക്കാം, നിങ്ങൾക്ക് അവൻ ദേവൂട്ടിയുമായിരിക്കാം. പക്ഷേ എനിക്ക് അയാളൊരു പിശാചാണ്. ഒരു പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ബലമായി തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന ക്രൂരനായ ഒരു പിശാച്." മാളവികയുടെ വാക്കുകളിൽ കടുത്ത വെറുപ്പ് നിറഞ്ഞിരുന്നു. ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ അവളുടെ തലയിൽ സാവധാനം തലോടാൻ ആഞ്ഞു. "ലക്ഷ്മിയമ്മ, മോളെ, അവന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതു മുതൽ ഈ തറവാട്ടിൽ അവനെ നോക്കി വളർത്തിയത് ഞാനാ. നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അവൻ പൈസ ചോദിച്ചു വന്നതാണ്. അവൻ സംസാരിക്കുന്നത് പരുക്കനായിട്ടായിരിക്കും. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട് മോളെ. ആ വീട്ടിൽ നീ അനുഭവിച്ച നരകം കണ്ടിട്ടാകണം നിന്റെ അച്ഛൻ്റെ ആ ക്രൂരമായ കൈകളിൽ നിന്നും അവൻ നിന്നെ ഇങ്ങോട്ട് രക്ഷിച്ചു കൊണ്ടുവന്നത്. അവന് നിന്നോട് ക്രൂരത കാണിക്കാൻ കഴിയില്ല."
മാളവിക ലക്ഷ്മിയമ്മയുടെ വാക്കുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പുച്ഛത്തോടെ, രക്ഷിച്ചതോ? ഇതിനെയാണോ രക്ഷിക്കലെന്ന് പറയുന്നത്? അയാൾ എന്നെ രക്ഷിച്ചതല്ല, എന്നെ തടവിലാക്കിയതാണ്. കടത്തിന് പകരമായി ഒരു പെണ്ണിനെ അനുഭവിക്കാൻ കൊണ്ടുവന്ന ആ പിശാചിനെ ന്യായീകരിക്കാൻ നോക്കരുത്. മാളവിക മുഖം തിരിച്ചു കളഞ്ഞു. അവളുടെ ഉള്ളിൽ ആ പിശാചിനോടുള്ള വെറുപ്പ് കനലായി എരിയുകയായിരുന്നു. ലക്ഷ്മിയമ്മ ഒരു നെടുവീർപ്പോടെ മാത്രം അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോയി. രാത്രി 9 മണിയായിട്ടും മാളവിക ഭക്ഷണം തൊട്ടിട്ടില്ലെന്ന വിവരം ലക്ഷ്മിയമ്മ താഴെ ഇരിക്കുന്ന ദേവനോട് പറഞ്ഞു. അപ്പോഴേക്കും ദേവൻ വസ്ത്രമെല്ലാം മാറി കട്ടിലിൽ കിടക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പാടെ ദേവൻ്റെ മുഖം ഇരുണ്ടു. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ദേഷ്യത്തോടെ കനത്ത ചുവടുകളോടെ അവൻ മുകളിലേക്ക് നടന്നു. പടിഞ്ഞാറ്റ് മുറിയുടെ പടികൾ കയറി വരുമ്പോൾ അവൻ്റെ കാൽപ്പെരുമാറ്റം കേട്ട് മാളവികയുടെ നെഞ്ചെടുപ്പ് കൂടി വന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മാളവിക തിരിഞ്ഞു നോക്കി. ദേവൻ ഒരു കറുത്ത മുണ്ടും തോളിലൊരു തോർത്തും മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. അവൻ നേരെ വന്ന് മേശപ്പുറത്തിരുന്ന ഭക്ഷണപാത്രത്തിന് മുന്നിൽ നിന്നു. ദേവൻ കടുപ്പത്തിൽ ഉറച്ച ശബ്ദത്തിൽ, ഇവിടെ വന്നവർ എൻ്റെ വീട്ടിൽ പട്ടിണി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല മാളവിക. ഞാൻ പറഞ്ഞാൽ അതനുസരിക്കണം. എടുത്തു കഴിക്കുക കഞ്ഞി. മാളവിക കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് അവനെ ഭയത്തോടെയാണെങ്കിലും ഉള്ളിലെ സർവ്വ വെറുപ്പും ദേഷ്യവും കണ്ണുകളിൽ നിറച്ചു നോക്കി. മാളവിക, ഞാൻ കഴിക്കില്ല. പൈസയ്ക്ക് പകരമല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പം ഞാൻ നിങ്ങളുടെ ഒരു അടിമയല്ലേ? എന്നെ പട്ടിണിക്കിട്ട് കൊല്ലൂ. ഒരു പിശാചിൻ്റെ തറവാട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിലും നല്ലത് എനിക്ക് മരണമാണ്. അവളുടെ ആ പരിഹാസവും പിശാച് എന്ന വിളിയും കേട്ടതും ദേവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ആഞ്ഞു നടന്നു. അവൻ അവളുടെ നേരെ കൈ ഓങ്ങിയതും മാളവിക പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ തന്നെ തല്ലാൻ വരികയാണെന്ന് അവൾ ഉറപ്പിച്ചു. അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദേവൻ അവളെ തല്ലിയില്ല. പകരം അവളുടെ മുഖത്തിന് തൊട്ടടുത്ത് വന്നു നിന്നു. കട്ടിലിൻ്റെ തടിയിൽ 2 കൈകളും കുത്തിക്കൊണ്ട് അവളെ അവൻ്റെ കൈക്കുള്ളിൽ ഒരു തടവുകാരിയെപ്പോലെയാക്കി നിർത്തി. അവളുടെ മുഖത്തേക്ക് അവൻ്റെ ചൂടുള്ള ശ്വാസം അടിക്കുന്നുണ്ടായിരുന്നു. മാളവിക പേടിയോടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ദേവൻ്റെ കൺകോണുകൾ ചുവന്നിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ ക്രൂരതയായിരുന്നില്ല, മറിച്ച് ഒരു ഗാംഭീര്യവും ഒപ്പം അവൾക്ക് അസുഖം വരുമോ എന്നുള്ള ഒരു കരുതലും ഉണ്ടായിരുന്നു. അവൾ അപ്പോഴും നനഞ്ഞ വസ്ത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു. ദേവൻ വളരെ താഴ്ന്ന എന്നാൽ നെഞ്ചിൽ തറയ്ക്കുന്ന കനത്ത ശബ്ദത്തിൽ, ദേവൻ്റെ തറവാട്ടിൽ വന്ന് ആരും പട്ടിണി കിടന്ന് ചത്തിട്ടില്ല. നീ എന്നെ വെറുത്തോളൂ, പക്ഷെ നിൻ്റെ ഈ ശരീരം തളർന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യം പോയി ആ നനഞ്ഞ തുണി മാറ്റ്. പനി പിടിച്ചു കിടന്നാൽ ഇവിടെ ശുശ്രൂഷിക്കാൻ എനിക്ക് നേരമില്ല. ഈ വസ്ത്രം മാറി ആ കഞ്ഞി കുടിച്ച് മിണ്ടാതെ കിടന്നുറങ്ങിക്കോണം. എൻ്റെ വാക്ക് നീ കേട്ടില്ലെങ്കിൽ ഈ ദേവൻ ആരാണെന്ന് നീ അറിയും. അവൻ വളരെ പരുഷമായിട്ടാണ് സംസാരിച്ചതെങ്കിലും അവളുടെ കൈകൾ തണുത്തിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ ആ കരുതൽ അവൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൻ സാവധാനം പിന്നോട്ട് മാറി തിരിഞ്ഞു നടന്നു. വാതിലിനടുത്ത് വെച്ച് അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. മാളവിക അപ്പോഴും കടുത്ത വെറുപ്പോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനൊന്നും മിണ്ടാതെ പുറത്തിറങ്ങി വാതിൽ ശക്തമായി ചാരി. ദേവൻ പോയതിനു ശേഷം മാളവികയ്ക്ക് അവൻ്റെ വാക്കുകൾ അനുസരിക്കേണ്ടി വന്നു. അവന് മുന്നിൽ ശാഠ്യം പിടിച്ചാൽ അത് അപകടമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വസ്ത്രം മാറി കുറച്ച് കഞ്ഞി കുടിച്ചു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. സമയം രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു. തറവാട്ടിലെ വിളക്കുകളെല്ലാം അണഞ്ഞു കഴിഞ്ഞു. മാളവികയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ ജനലിലൂടെ താഴത്തെ മുറ്റത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അവളുടെ ശ്വാസം അടക്കി പിടിക്കാൻ കാരണമായി. മുറ്റത്ത് ആ പെയ്യുന്ന മഴയത്ത് ഉമ്മറത്തെ പടികളിൽ ഒരു കൈയിൽ സിഗരറ്റും പിടിച്ച് ദേവൻ ഇരിക്കുകയായിരുന്നു. മഴവെള്ളം അവൻ്റെ തോളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൻ മുകളിലേക്ക് കൃത്യം മാളവികയുടെ മുറിയുടെ ജനലിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവൾ ജനലിലൂടെ നോക്കുന്നത് കണ്ടതും അവൻ സിഗരറ്റ് താഴെയിട്ട് തറച്ചു നോക്കി. മാളവിക പെട്ടെന്ന് ജനലിൻ്റെ മറവിലേക്ക് മാറി നിന്നു. അവളുടെ നെഞ്ച് പടപട ഇടിച്ചു. ആ മനുഷ്യനോടുള്ള വെറുപ്പ് അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും ഈ അർദ്ധരാത്രിയിൽ മഴ നനഞ്ഞ് അവൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന ചിന്ത അവളെ അസ്വസ്ഥയാക്കി. അവൻ തന്നെ നിരീക്ഷിക്കുകയാണോ അതോ കാവൽ കിടക്കുകയാണോ? തൻ്റെ ജീവിതം തകർത്ത ആ പ്രമാണിയോടുള്ള അടങ്ങാത്ത വെറുപ്പോടെ ആ വലിയ മുറിയിലെ ഇരുട്ടിലേക്ക് നോക്കി മാളവിക കട്ടിലിലേക്ക് കിടന്നു. അവൻ അവളുടെ ജീവിതം തകർത്തോ അതോ ജീവിതം സംരക്ഷിച്ചോ?